ഹലോ, വെൽക്കം ടു ഏറിസ് വ്ലോഗ്സ്. ഒരാൾ മരണപ്പെട്ടാൽ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് പറയുക എന്ന് നോക്കാം. ലെറ്റ്സ് സേ ലൈക്ക് ദിസ്: ടോം പാസ്ഡ് അവേ അല്ലെങ്കിൽ ടോം എക്സ്പയർഡ്. ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് കുറച്ച് ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ടോം ഡിപ്പാർട്ടഡ് ഫ്രം അസ്. ടോം നമ്മളിൽ നിന്ന് അകന്നുപോയി. ടോം ലെഫ്റ്റ് അസ്. അത് ടോം നമ്മളിൽ നിന്ന് അകന്നുപോയി. ടോം ഇസ് നോ ലോങ്ങർ വിത്ത് അസ്. ടോം ഇനി നമ്മളോടൊപ്പമില്ല. ഇനി ഇത് കുറച്ച് കൊളോക്കിയലായിട്ട് പറയുന്നവരുണ്ട്. അതായത് ടോം തട്ടിപ്പോയി, ടോം കാഞ്ഞുപോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ ടോം കിക്ക്ഡ് ദ ബക്കറ്റ് അല്ലെങ്കിൽ ടോം സ്നഫ്ഡ് ഇറ്റ് എന്നും പറയാം. മരണപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ അതൊരു ഇൻഫോർമൽ വേ ഓഫ് സേയിങ് ആണ്. ഇനി മരണപ്പെട്ട ആളെ പിന്നെ നമ്മൾ എങ്ങനെയാണ് പരാമർശിക്കുക? ദ ഡെഡ് ബോഡി അല്ലെങ്കിൽ ദ കോപ്സ്. ഇത് രണ്ടിൻ്റെ അർത്ഥം മൃതശരീരം എന്നാണ്. ദ ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരേതൻ എന്നാണ് അർത്ഥം. ഈ 3 വാക്കുകളാണ് സാധാരണ നമ്മൾ മൃതദേഹത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുക. ഇനി ചില ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ മരണപ്പെട്ടാൽ. അതിന് നമ്മൾ പറയുന്നത് ദ ഫ്യൂണറൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഡെത്ത് റിച്വൽസ്. ദ ഫ്യൂണറൽ റൈറ്റ്സ് വിൽ സ്റ്റാർട്ട് അറ്റ് 3 PM. ദ ഡെത്ത് റിച്വൽസ് വിൽ സ്റ്റാർട്ട് അറ്റ് 3 PM. 3 മണിക്കാണ് തുടങ്ങുക. ആചാരങ്ങൾ 3 മണിക്കാണ് തുടങ്ങുക. ഇനി ശവസംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബോഡി വിൽ ബി ലേഡ് ടു റെസ്റ്റ്. ശവസംസ്കാരത്തിന് ലേഡ് ടു റെസ്റ്റ്. അതും അല്ലെങ്കിൽ ബെറീഡ് അറ്റ് 4 PM അറ്റ് ദ സിറ്റി ബെറിയൽ ഗ്രൗണ്ട്. ബെറിയൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ശ്മശാനം, സിമെട്രി എന്നും പറയാം. ഇനി പരേതന് ബാക്കി ആരൊക്കെ ഉണ്ട്? വൈഫും കുട്ടികളും ജീവിച്ചിരിപ്പുണ്ട്. അതെങ്ങനെ പറയാം? ടോം ഈസ് സർവൈവ്ഡ് ബൈ ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. എങ്ങനെ? മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്.